സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഓഹരി തട്ടിപ്പ് ആരോപണമാണ് ഇന്ന് ഔട്ട് ഓഫ് ഫോക്കസിൽ ആദ്യം സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞത്, അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെയാണ് നരേന്ദ്രമോദിക്കെതിരെ എക്സിറ്റ് പോളുകളുടെ മറവിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കോടികളുടെ തട്ടിപ്പ് നടന്നു എന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തുന്നത്. അദ്ദേഹം പറഞ്ഞത്, എക്സിറ്റ് പോളുകൾ വരുന്നതിന് തൊട്ട് തലേ ദിവസം അമിത്ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ചേർന്ന ആളുകളോട് വലിയ തോതിൽ ഓഹരികൾ വാങ്ങണം, വലിയ ബൂമുണ്ടാകും സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് പ്രേരിപ്പിക്കുന്നു. അതിന് പിന്നാലെ ഓഹരി വിപണിയിൽ വലിയ കുതിച്ചുചാട്ടമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ 4 രാവിലെ അദാനി അടക്കമുള്ള വൻകിട കമ്പനികൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുൻപ് തന്നെ അവരുടെ ഓഹരികൾ വലിയ തോതിൽ വിറ്റഴിക്കുകയും കോടികളുടെ നേട്ടമുണ്ടാക്കിയെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷേ അതിലൂടെ സാധാരണക്കാരായ, അതായത് ചെറുകിട കച്ചവടക്കാർക്ക് വലിയ നഷ്ടം അതിലൂടെ ഉണ്ടായി എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. അതിന് പിന്നിൽ മോദിയുടെയും അമിത്ഷായുടെയും ഗൂഢാലോചനയുണ്ട്. ഇതിൽ ശക്തമായ ഒരു അന്വേഷണം വേണം, സത്യം പുറത്തു കൊണ്ടുവരണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഈ വിഷയം കേന്ദ്രത്തിനെതിരെ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അജിംസ്, ഇങ്ങനെ ഈ രീതിയിലൊരു തട്ടിപ്പ് നടക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? അദ്ദേഹം പറഞ്ഞതിലെ ഗൗരവം എത്രത്തോളമാണ്? ഇത് യഥാർത്ഥത്തിൽ തട്ടിപ്പാണോ നടന്നതെന്ന് നമുക്കറിയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ അവസാനഘട്ട പോളിംഗ് നടക്കുന്ന സമയത്ത് തന്നെ, അതായത് ജൂൺ 1 മെയ് അവസാന വാരം തന്നെ ഈ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മെല്ലെ മെല്ലെ പിൻവാങ്ങി തുടങ്ങിയിരുന്നു. അങ്ങനെ പിൻവാങ്ങുന്നതിൻ്റെ ഒരു കാരണം, ഈ ഓരോ ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ മാർക്കറ്റ് വളരെ കീനായിട്ട് വാച്ച് ചെയ്യും ഇലക്ഷൻ. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഒരു മജോറിറ്റിയോടുള്ള സർക്കാർ വരാൻ പോകുന്നില്ല. ഒന്നുകിൽ NDA സർക്കാർ തോൽക്കും, BJP സർക്കാർ തോൽക്കും, അതല്ലെങ്കിൽ ഒരു മജോറിറ്റി ഉണ്ടാവില്ല എന്ന് അവർക്ക് മനസ്സിലാവും. നമുക്കൊക്കെ മനസ്സിലാവുന്ന പോലെ മാർക്കറ്റിലും മനസ്സിലാവും. അതിന് വലിയ ബുദ്ധിയൊന്നും ആവശ്യം വേണ്ട. എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യും? മെല്ലെ നിക്ഷേപം പിൻവലിക്കും. അപ്പോൾ ഇങ്ങനെ പിൻവലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവസാന ഘട്ടത്തിന് തൊട്ട് മുമ്പാണ്, അതായത് ജൂൺ 1 മറ്റോ ആണല്ലോ അവസാന ഘട്ടത്തിൽ തുടങ്ങുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെ മാർക്കറ്റ് ഇടിയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് ഇടിയുന്നത് വലിയ വാർത്തയായി. അപ്പോൾ ഈ മാർക്കറ്റ് ഇടിയുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ സൂചനയാണ്. ഒരു എക്സിറ്റ് പോളായിട്ട് ആളുകൾ വ്യാഖ്യാനിച്ചു തുടങ്ങി. അങ്ങനെ വ്യാഖ്യാനിച്ചു തുടങ്ങിയപ്പോൾ അതിനെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരേ ടെലിവിഷൻ ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായും നിർമ്മല സീതാരാമനും വോട്ടെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ പറയുന്ന മാർക്കറ്റ് ബൂമാവും, നിങ്ങൾ നിക്ഷേപിച്ചോളൂ, വലിയ ലാഭം കിട്ടുമെന്ന് പറയുന്നത്. ഇത് ഒരേ വാക്കാണ് ഇവരും പറയുന്നത്. നരേന്ദ്രമോദി പറയുന്നു, നിർമ്മല സീതാരാമൻ പറയുന്നു, അമിത്ഷാ പറയുന്നത് തന്നെയാണ്. അപ്പോൾ നിക്ഷേപിച്ചോളൂ എന്ന് പറയുമ്പോൾ ഒരു പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് പറയുന്നത് മാർക്കറ്റ് ഉണരാൻ പോവാണ്. അപ്പോൾ സാധാരണക്കാരായ റീറ്റെയിൽ സെല്ലേഴ്സ്, മീൻസ് നിക്ഷേപിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ, പ്രധാനമന്ത്രി പറയുകയാണല്ലോ ഇത് ഉണരും. അവരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ഫലമല്ല അവരുടെ പ്രധാന എയിം. അവരെ സംബന്ധിച്ച് ഇതിൽ നിക്ഷേപമാണ്. അപ്പോൾ നിക്ഷേപിച്ച മാർക്കറ്റ് വീണ്ടും ബൂമാവും, അപ്പോൾ ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് എല്ലാവരും പൈസ ഇട്ടു. 31 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് പോയത്. 31 ലക്ഷം കോടി രൂപ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ 2G സ്കാം എന്ന് പറഞ്ഞാൽ 12 ലക്ഷം കോടി രൂപയായിരുന്നു അന്ന് പറയപ്പെട്ട സ്കാം. ഇത് 31 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. അപ്പോൾ എന്തിനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും നിർമ്മല സീതാരാമനും ഇത് പറഞ്ഞത് എന്നുള്ളതാണ് ദുരൂഹമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അത് അന്വേഷിക്കണമെന്ന് പറയുന്നത്. ഇത് പറഞ്ഞത് ഒരു പക്ഷേ ഈ മാർക്കറ്റ് ഇടിയുകയാണ്. മാർക്കറ്റ് ഇടിയുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രതിഫലനമല്ല എന്ന് വോട്ടർമാരെ ധരിപ്പിക്കാൻ വേണ്ടിയാകാം ഒരു പക്ഷേ ഇത് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയും പറയാമല്ലോ. പക്ഷേ നിക്ഷേപകരെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നിക്ഷേപിച്ചോളൂ എന്ന് പറയേണ്ട കാര്യമില്ല. അവർക്ക് വേറെ രീതിയിൽ പറയാം. ഇവരെന്താണ് പറയുന്നത്? നിങ്ങൾ നിക്ഷേപിച്ചോളൂ, ഉടൻ ലാഭം കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പം നിക്ഷേപിച്ചോ, ലാഭം കിട്ടും. ഇതെല്ലാം ദിവസങ്ങളുടെ ഇടയ്ക്കാണ് സംഭവിക്കുന്നത്. ആലോചിക്കുക. ഈ മാർക്കറ്റ് ഇടിയുന്നത് ശനിയാഴ്ചയാണ് വലിയ തോതിൽ ഡൗൺഫോൾ ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെയാണ് ഇവരിത് പറയുന്നത്. തിങ്കളാഴ്ച ഇത് വീണ്ടും ബൂമാവാൻ കാരണം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച കൊണ്ടുവന്ന് എല്ലാവരും കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ബൂമാവുന്നു. അപ്പോൾ ബൂമാവുമ്പോൾ എന്താണ് വരാൻ പോകുന്നത്? ഒരു പ്രതീതി സൃഷ്ടിക്കുക, വരാൻ പോകുന്ന ഒരു സ്റ്റെബിലിറ്റി ഉള്ള സർക്കാരായിരിക്കും എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കാം ഇവർ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താണ് കാര്യം? ഇലക്ഷൻ ഔട്ട്കം മാറാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചു. ആ ജൂൺ 4 മുമ്പുള്ള 2 ദിവസം അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഔട്ട്കം മാറാൻ പോകുന്നില്ലല്ലോ. അവിടെയാണ് സംശയം വരുന്നത്, എന്തിന് ഇവരിത് പറഞ്ഞു എന്നുള്ളത്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് ദിവ്യ പറഞ്ഞ പോലെ അദാനിക്കാണ്, അദാനി ഗ്രൂപ്പിനാണെന്ന് അറിയാം. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഈ പൈസ പോയിട്ടുണ്ട്. ഈ 2 ദിവസത്തിൽ പൈസ കൊണ്ട് പോയ കുറേ പേരുണ്ട്. അവർ അന്നൊക്കെ ഇങ്ങനെ കാശ് പോയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണം. എനിക്ക് പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടും അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ അത് തിരിച്ചു വന്നു. ഇപ്പോൾ ഏറെക്കുറെ തിരിച്ചു വന്നിട്ടുണ്ട് കുറേ. എന്നാലും അവരുടെ നഷ്ടം കുറേയൊക്കെ ചിലപ്പോൾ തിരിച്ചിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആരോപണം
ഇതൊരു സ്കാം എന്ന നിലയിൽ ഒരു JPC അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു രാഷ്ട്രീയ ആരോപണമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇത്തവണ UP-യിൽ NDA സർക്കാരിന് അല്ലെങ്കിൽ BJPക്ക് തിരിച്ചടി കൊടുത്ത വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഗ്രാമീണ വോട്ട് ബാങ്കാണ്. പാവപ്പെട്ടവരും അന്നത്തെ അന്നത്തിന് വകയില്ലാത്ത മനുഷ്യരാണ് BJPക്കെതിരെ വോട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ ഈ പറയുന്ന അർബൻ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് അവരാണല്ലോ ഈ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഈ അയോധ്യയിലെയും കൈരാനയിലെയൊക്കെ പാവപ്പെട്ടവർക്ക് എന്തൊന്നും സ്റ്റോക്ക് മാർക്കറ്റ് അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അവർ BJPക്ക് കൃത്യമായൊരു മെസ്സേജ് കൊടുത്തു. അവരാണ് ഈ ഭൂരിപക്ഷം കുറച്ചത്. അവർക്ക് കേവലം ഭൂരിപക്ഷം നൽകാത്ത വിധം UP-യിലെ സീറ്റ് വെട്ടി കുറച്ച് സാധാരണക്കാരായ വോട്ടർമാരാണ്. ആ വോട്ടർമാർ ആണ് ഇന്ത്യ മുന്നണിക്ക് വിജയം നൽകിയത്. എങ്കിൽ വീണ്ടും BJPക്ക് വോട്ട് ചെയ്ത ഈ പറയുന്ന അർബൻ മിഡിൽ ക്ലാസ്സിന് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്, യുവന്മാരെ നമ്പരുത്, യുവന്മാരെ നമ്പി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇനിയും വരാൻ പോകുന്ന ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സർക്കാരാണ്, ഒരു കൂട്ടുകക്ഷി സർക്കാരാണ്. ഈ സർക്കാർ പറയുന്നത് കേട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് പണി കിട്ടുമെന്നുള്ളൊരു പൊളിറ്റിക്കൽ മെസ്സേജ് രാഹുൽ ഗാന്ധി കൊടുക്കുകയാണ് ഈ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. JPC അന്വേഷണം പോയിട്ട് ഇതൊരു അലിഗേഷനായിട്ട് പോലും മോദിയോ അമിത്ഷായോ എടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരത് മൈൻഡ് പോലും ചെയ്യില്ല. പക്ഷേ പൈസ പോയി എന്നുള്ളത് ശരിയാണ്. ആളുടെ 34 ലക്ഷം രൂപ പോയിട്ടുണ്ട്. അതിൽ ഇവരുടെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്നുള്ളത് ദുരൂഹമായി തുടരുക. യെസ്, അതാണ് ദാസർ. പലർക്കും പൈസ പോയിട്ടുണ്ടെന്നാണ് അത് അജിംസ്കയ്ക്ക് തന്നെ അനുഭവമുണ്ട്, പലരുടെ സുഹൃത്തുക്കളുടെയൊക്കെ പോയെന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഓഹരി വാങ്ങാൻ പ്രേരിപ്പിച്ചു എന്നതിന് പേരിൽ ഒരു കേസെടുക്കാനോ ഒരു അന്വേഷണം വരാനോ ഒക്കെ ഒരു സാധ്യതയുണ്ടോ? ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ ഓഹരി വാങ്ങാൻ ഇപ്പോൾ അദ്ദേഹത്തിന് ദുരുദ്ദേശത്തോടു കൂടിയാണോ സതുദ്ദേശത്തോടു കൂടിയാണോ എന്തോ ആയിക്കോട്ടെ, ഒരാളിപ്പോൾ നിങ്ങൾ ഓഹരി എടുക്കണം, ജൂൺ 4-ന് ഇത് നല്ല ഉണർവുണ്ടാകും, ലാഭം കിട്ടും, ഓഹരി എടുക്കണമെന്ന് ഒരാൾ പറഞ്ഞാൽ എങ്ങനെയാണ് അയാൾക്കെതിരെ കേസെടുക്കാൻ പറ്റുക? നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ JPC അന്വേഷണവും അതിൽ വരാൻ പോകുന്നില്ല. എന്നാൽ തന്നെ അവരെന്തന്വേഷിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നു, അതിനും സപ്പോർട്ടീവായിട്ടുള്ള എവിഡൻസ് അദ്ദേഹം കൊണ്ടുവരുന്നു. അതിൽ കാര്യമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നുന്നത് ഈ സ്റ്റോക്കിനെ ഈ നിലയിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇവർ വ്യാജ എക്സിറ്റ് പോൾ ഉണ്ടാക്കി എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. സ്റ്റോക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണോ ഇല്ലെന്ന് അറിയില്ല. എക്സിറ്റ് പോൾ വ്യാജമായിരുന്നു എന്നുള്ള വസ്തുതയാണ്. ഒരു എക്സിറ്റ് പോൾ പോലും ഈ യാഥാർത്ഥ്യമായിട്ട് ചേരുന്നതായിരുന്നില്ല. അപ്പോൾ അത് എക്സിറ്റ് പോൾ ഇപ്പം ഇലക്ഷൻ കമ്മീഷനെയും സുപ്രീം കോടതിയെയും പിന്നെ ED-യെയും CBI ഒക്കെ ഏറ്റെടുത്തതുപോലെ ഇവിടുത്തെ പോൾ ഏജൻസീസ്, ഈ പ്രൈവറ്റ് പോൾ ഏജൻസീസിനെയും വിലക്കെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു എക്സിറ്റ് പോളാണോ എന്ന് സംശയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളുണ്ട്. എനിവേ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അതിൻ്റെ ഒരു വർഗ സ്വഭാവം എല്ലാ കാലത്തും ഈ വലതുപക്ഷ പോപ്പുലിസ്റ്റ് നയങ്ങളുടെ കൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. 2004 UPA ഗവൺമെൻറ് ഫോം ചെയ്യപ്പെടുന്ന ദിവസം സ്റ്റോക്ക് അതിഭയങ്കരമായി താഴോട്ട് പോയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു അർത്ഥം. ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുന്ന ദിവസം, അതും ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ഫോം ചെയ്യാൻ പോകുമ്പോൾ സ്റ്റോക്ക് അതിഭീകരമായിട്ട് താഴോട്ട് പോകുന്നത്. അന്ന് സീതാറാം യെച്ചൂരി പ്രസ്ഥാനം നടത്തുന്നത് ഇത് ബോധപൂർവം ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഗവൺമെൻറ്റിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഡിസ്റ്റബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോധപൂർവം ചെയ്യുന്നതാണെന്ന് അന്ന് CPM-ന് ലീഡർഷിപ്പ് ഔദ്യോഗികമായിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി സ്റ്റോക്ക് മാർക്കറ്റിനുണ്ട്. ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും. അതെപ്പോഴും ഈ പോപ്പുലിസ്റ്റ് റൈറ്റ് വിങ് അതേപോലെ ഈ ഓട്ടോക്രാറ്റിക് സ്വഭാവത്തിലുള്ള ഭരണകൂടങ്ങളോട് ചായ്വ് കാണിക്കാറുണ്ട്. ചായ്വ് കാണിക്കുന്നതിന് അവർക്ക് സാമ്പത്തികമായ കാരണങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഒരു ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മന്ത്രിസഭയാണ് UPA മന്ത്രിസഭ. അപ്പോൾ അങ്ങനത്തെ ഒരു മന്ത്രിസഭ വരുമ്പോൾ അത് അത്ര ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിരിക്കില്ല, മാർക്കറ്റ് ഫ്രണ്ട്ലി ആയിരിക്കില്ല. അവർ കൂടുതലും വെൽഫെയർ സ്കീംസിലാണ് ഇടപെടുക. അവർ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഇവിടെ അവർക്ക് വിപ്രതിപത്തിയായിരിക്കും എന്നൊരു പൊതുധാരണയുണ്ടല്ലോ. ആ പൊതുധാരണയുടെ പുറത്ത് സ്വാഭാവികമായ ചലനങ്ങൾ സ്റ്റോക്കിൽ സംഭവിക്കും. അതുകൂടാതെ ബോധപൂർവം അതിൻ്റെ ഒരു വർഗ്ഗഘടന ഈ സ്വഭാവത്തിലുള്ള ഈ വെൽഫെയർ സ്കീംസൊക്കെ സ്വീകരിക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള ഭരണകൂടങ്ങളോട് അല്ലെങ്കിൽ അയഞ്ഞ ഭരണകൂടങ്ങളോട് ഒരുതരം വിപ്രതിപത്തി കാണിക്കുന്നതാണ്. ഇപ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എളുപ്പം ട്രിഗർ ചെയ്യാവുന്നതേ ഉള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സ്വഭാവം, അതിൻ്റെ പാറ്റേൺ എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് ബോധപൂർവം ഇവർ 3 പേരും ഒരേ സ്വഭാവത്തിലുള്ള പ്രസ്താവന നടത്തിയെന്ന് വരുമ്പോൾ ആസൂത്രിതമായ എന്തൊക്കെയോ ചില ചലനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ബെനിഫിഷ്യറി ആരാണ് അതും കൂടെ കാണണം. ബെനിഫിഷ്യറി ഇവരുടെ മിത്രം, ഏറ്റവും പ്രധാനപ്പെട്ട മിത്രം ആണ് എന്നുള്ളതും ഇതിലൊരു ഘടകമാണ്. ഞാൻ അതിൽ കാണുന്ന മറ്റൊരു കാര്യം വെച്ചാൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് തുടങ്ങുന്നത് ഗംഭീരമായിട്ടുണ്ടെന്നുള്ളതാണ്.
അങ്ങനെ കുറേ നമുക്കറിയാം ഈ നാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അധികം സംസാരിക്കാത്ത, അല്ലെങ്കിൽ സംസാരിച്ചിട്ട് എന്ത് കാര്യം എന്ന ഒരുതരം ആത്മവിശ്വാസ കുറവിലൊക്കെ നിൽക്കുന്ന ഒരു പ്രതിപക്ഷമായിരുന്നു. അതല്ല, ദ വെരി ബിഗിനിങ് ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്യുന്നു. ഇത് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം കൂടിയാണ്, അതുകൊണ്ട് മനസ്സിലാക്കണം. മറ്റു വിഷയങ്ങളെ പോലെയല്ല, അധികം ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു സംഗതിയാണ്. അത് രാഹുൽ ഗാന്ധി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആദ്യത്തെ ദിവസം തന്നെ നല്ല PPT പ്രസൻറ്റേഷനൊക്കെ ആയിട്ട് വന്നിട്ട് പത്രസമ്മേളനം നടത്തുന്നു. നമുക്ക് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒരു സന്ദേശമാണ്. യെസ്, അതാണ്. എന്തായാലും മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ ആരോപണമായി ആയുധമായി ഓഹരി തട്ടിപ്പ് മാറിയിരിക്കുകയാണ്. ഇനി ആ തട്ടിപ്പിലെ കൂടുതൽ വിവരങ്ങളും മറ്റ് വസ്തുതകളും ഒക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് കരുതാം.